ഉണ്ട് കേട്ടോ. ഇനി ഈ കൊല്ലം നമുക്കിത് മാറ്റി പുതിയ ആളെ കയറ്റിയാലോ? അവിടെ ചെന്നപ്പം അറബിക് റിങ് തന്നെ ആയിരുന്നു എൻ്റെ മനസ്സിൽ, അല്ലെങ്കിൽ നവരത്ന മോതിരം എടുക്കാമെന്നായിരുന്നു. പക്ഷേ ആ ചേട്ടൻ ഞങ്ങൾക്ക് ഡയമണ്ട് സജസ്റ്റ് ചെയ്ത്. എങ്കിൽ പിന്നെ ഞാൻ കരുതി എൻ്റെ കയ്യിൽ ഡയമണ്ട് റിങ്ങും അല്ലെങ്കിൽ ഡയമണ്ട് വേറെ ഓർണമെന്റ്സ് ഒന്നും ഇല്ല, എങ്കിൽ നമുക്കൊരു ഡയമണ്ട് തന്നെ എടുത്തു കളയാന്ന് കരുതി. അങ്ങനെ ഞങ്ങൾ രണ്ടുപേരുടെ അവിടെ നിന്ന് സെലക്ട് ചെയ്യാണ്. ഇടത്തെ കയ്യിലെ മോതിര വിരലില് ഞാൻ വെഡിങ് റിംഗ് ആണ് സ്ഥിരമായിട്ട് ഇടാറുള്ളത്. അപ്പൊ അതിന്റെ തൊട്ടടുത്തുള്ള മിഡിൽ ഫിംഗറിൽ ഇടാനായിട്ട് ഒരു മോതിരം നോക്കിയിട്ട് ഒരെണ്ണം പോലും എനിക്ക് അളവാവുന്നില്ലേ. അല്ല, ഹെൽത്തി റിലേഷൻഷിപ്പ് കൊണ്ടാണ് വണ്ണം വെക്കാറുള്ളതെന്നാണ് എല്ലാരും പറയാറ്, അതുകൊണ്ടായിരിക്കും. മിഡിൽ ഫിംഗറിൽ മോതിരം ഒന്നും പരുവാവുന്നില്ലെന്ന് കരുതി ഞാൻ തോറ്റ് പിന്മാറാൻ തയ്യാറായില്ല കേട്ടോ. കിണ്ണിവരിൽ ഇടാനായിട്ട് ഒരു കുഞ്ഞു മോതിരം സെർച്ച് ചെയ്യലായിരുന്നു പിന്നെ ഞങ്ങളുടെ പരിപാടി. എന്തായാലും ദൗത്യം വിജയകരമാവുമെന്ന് തന്നെ തോന്നി. കാരണം ആ ഒരു കിണ്ണിവരിൽ ഇടാൻ പറ്റിയ ഒരുപാട് കുഞ്ഞു കുഞ്ഞു മോതിരങ്ങൾ ഉണ്ടായിരുന്നു കേട്ടോ. എനിക്കല്ലേലും ഒരുപാട് പവനുള്ള മോതിരത്തെക്കാളും എനിക്ക് ക്യൂട്ടായിട്ടുള്ള കുഞ്ഞു ഐറ്റംസ് ആണ് ഭയങ്കര ഇഷ്ടം. അങ്ങനെ ഞാനും എൻ്റെ കെട്ടിയനോടെ തെരഞ്ഞു പിടിച്ചതായി ഈ 3 സെലക്ട് ചെയ്ത് വെച്ച് കേട്ടോ. അതിൽ ഏറ്റവും ലൈറ്റ് വെയിറ്റ് ആയിട്ടുള്ള ആ താഴെ ഇരിക്കുന്ന റിങ്ങാണ് ഞാൻ എടുത്തത്. നിങ്ങൾക്കത് ഇഷ്ടപ്പെട്ടോ? അങ്ങനെ നമ്മൾ സെലക്ട് ചെയ്ത റിങ് ബില്ലൊക്കെ ചെയ്ത് പേയ്മെന്റ് ഒക്കെ ചെയ്തിട്ട് നമ്മൾ അവിടെ നിന്ന് ഇറങ്ങുകയായി. ഇനി കിരീടധാരണം പോലെ മോതിരം മാറുന്ന ചടങ്ങാണ് കേട്ടോ. ഓൾറെഡി എൻ്റെ കയ്യിലുണ്ടായിരുന്ന ഇതങ്ങോട്ട് മാറ്റിയിട്ട് ഏട്ടൻ എനിക്ക് പുതിയ മോതിരം കയ്യിലോട്ട് ഇട്ട് തന്നു. അതൊക്കെ ഒരു സന്തോഷമാണ് കേട്ടോ. തൊട്ടടുത്തെന്റെ അജിത്ത് എന്ന് എഴുതിയ വെഡിങ് റിങ് കൊണ്ടേ. അങ്ങനെ തന്റെ മോതിരം ഇങ്ങനെ നോക്കി നോക്കി വീഡിയോ ഒക്കെ എടുത്ത് നമ്മൾ നേരെ ഇനി പോകുന്നത് ഫുഡ് കഴിക്കാനാണ്. അപ്പം ഞാൻ പറഞ്ഞു, വലിയ രീതിയിൽ ഞങ്ങൾ വെഡിങ് ആനിവേഴ്സറി ഒന്നും ആഘോഷിച്ചിട്ടില്ല, ചെറിയതായ ഒരു കുഞ്ഞു പർച്ചേസും അതുപോലെ ഒരു ഫുഡ് അടിയും അതേ ഉള്ളു കേട്ടോ. അങ്ങനെ ഞങ്ങൾ കുണ്ടറ മുക്കടയുള്ള പെപ്പർ പോട്ടിലേക്കാണ് ഫുഡ് കഴിക്കാൻ വന്നത്. ഇൻസ്റ്റയിൽ ഒരു വീഡിയോയിൽ ഇവിടുത്തെ തവ അൽഫാമും അതുപോലെ ബീഫ് റിബിന്റെ ഒരു റെസിപ്പിയും നല്ലതാണെന്ന് കണ്ട് അത് കഴിക്കാന്ന് കരുതിയാ വന്നേ. പക്ഷെ അത് രണ്ടും അവിടെ ഇല്ലായിരുന്നു കേട്ടോ. അപ്പം അവിടുത്തെ ഒരു ജല്ലിക്കെട്ട് മന്തി ക്വാർട്ടറും പിന്നെ അതുപോലെ തന്നെ സ്പൈസും സ്വീറ്റ്നെസ്സും ഒക്കെ ഉള്ള ഒരു ക്വാർട്ടർ അൽഫാമും ആയിരുന്നു നമ്മൾ പറഞ്ഞിട്ടുണ്ടായിരുന്നേ. ഉദ്ദേശിച്ച സാധനം കിട്ടാത്തതിന്റെ വിഷമത്തില് ഞാൻ ഏട്ടനോട് പറഞ്ഞു, നമുക്ക് ക്വാർട്ടർ റൈസ് പറഞ്ഞാൽ മതി, കാരണം ഹാഫ് മേടിച്ചിട്ട് ഫുള്ള് കഴിക്കാൻ പറ്റില്ലെങ്കിൽ വെറുതെ ആവില്ലേ എന്ന്. അതുപോലെ തന്നെയാണ് അവസാനം നടന്നത്. വീഡിയോ ഫുള്ള് കാണുമ്പോൾ നിങ്ങൾക്ക് അത് മനസ്സിലാവും. അങ്ങനെ ഏട്ടന്റെ ജല്ലിക്കെട്ട് മന്തിയിൽ നിന്നും ഒരു പോർഷൻ റൈസും പിന്നെ അതുപോലെ എന്റെ സ്വീറ്റ് ആൻഡ് സ്പൈസി പെരി പെരി അൽഫാമിന്റെ പീസും പിന്നെ അതിന്റെ കൂടെ കിട്ടിയ കുബൂസും ഒക്കെ ആയിട്ട് നമ്മൾ വിചാരിച്ചത് കിട്ടിയില്ലെങ്കിലും കിട്ടിയത് നല്ല ആസ്വദിച്ച് കഴിക്കുക എന്നുള്ള ലക്ഷ്യത്തോടെ നമ്മൾ നമ്മുടെ ഫുഡ് കഴിക്കാൻ തുടങ്ങി. കഴിച്ചു തുടങ്ങിയപ്പോൾ നല്ല ടേസ്റ്റ് ആയിരുന്നു. എനിക്ക് ഒരു കുറ്റവും പറയാനില്ല. ഏട്ടന് നല്ല